പ്രകടനമാണ് ഇപ്പോൾ പോലീസ് തടഞ്ഞത്. മുഴുവൻ എംപിമാരെയും അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നു. 4 ബസ്സുകളിലായി എംപിമാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയാണ്. അതിൽ മഹുവ മൊയ്ത്ര എംപിക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായി എന്നുള്ള വാർത്തയുമുണ്ട്. മുഴുവൻ നേതാക്കളും മുഴുവൻ എംപിമാരും അറസ്റ്റ് വരിച്ചിരിക്കുന്നു. വാഹനത്തിനകത്തുനിന്നും പുറത്തുനിന്നും ഒക്കെ മുദ്രാവാക്യങ്ങളുണ്ടായിരുന്നു. മോദി ചോർ ഹേ എന്ന മുദ്രാവാക്യമാണ് ഉയർന്നു കേട്ടത്. പിയ സുല്ലും ആദിൽ പാലോടുമുണ്ട്. സുനിൽ, വലിയ പ്രതിഷേധങ്ങളിലേക്ക് പ്രതിപക്ഷം തുടക്കമിട്ടിരിക്കുകയാണ്. പാർലമെന്റിനകത്ത്, ഇപ്പോൾ പുറത്ത്. ഇനി അങ്ങോട്ടുള്ള നടപടികളും ആലോചിക്കുന്നു. വൈകിട്ട് എപ്പോഴാണ് യോഗം? ഖാർഗെയുടെ വിരുന്ന്. പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷന് മുന്നിലാണ്. ഇവിടെയാണ് ഇപ്പോൾ പ്രതിപക്ഷാംഗങ്ങളെയൊക്കെ തന്നെ കസ്റ്റഡിയിലെടുത്ത് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ ഇപ്പോൾ ഈ പ്രതിപക്ഷാംഗങ്ങളുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിന്റെയും സമാജ്വാദി പാർട്ടിയുടെയും നേതാക്കളൊക്കെ തന്നെ ഇവിടെ പ്രതിഷേധിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ ഇപ്പോൾ പ്രതിഷേധം തുടരുന്ന ഒരു കാഴ്ചയാണ്. ഇപ്പോൾ അഖിലേഷ് യാദവ് പോലുള്ള നേതാക്കളൊക്കെ തന്നെ ഇപ്പോൾ ഈ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലാണുള്ളത്. ഏതായാലും പ്രതിപക്ഷത്തിന്റെ വലിയ രാഷ്ട്രീയ നീക്കമാണ് ഇന്ന് ഉണ്ടായത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക്, പക്ഷേ അത് പോലീസ് തടഞ്ഞിരിക്കുന്നു. എല്ലാ അംഗങ്ങളെയും ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു ജനാധിപത്യ വിഷയം ഉയർത്തിക്കൊണ്ട്, ഒരു ഭരണഘടനാപരമായ വിഷയം ഉയർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാൻ പോലും കഴിയാത്ത സാഹചര്യം രാജ്യത്തെ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ അംഗങ്ങൾക്ക് ഉണ്ടായി എന്ന ആക്ഷേപം പ്രതിപക്ഷം ഉയർത്തുകയാണ്. ഏതായാലും വലിയ നാടകീയ കാഴ്ചകൾ തന്നെയാണ് ഇപ്പോൾ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ തുടരുന്നത്. ഇന്ന് വൈകിട്ട് ഇന്ത്യ സഖ്യത്തിന്റെ യോഗം ചേരുന്നുണ്ട്. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലാണ് യോഗം ചേരുക. ഏതായാലും AICC യോഗവും ഇന്ന് ചേരുന്നുണ്ട്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കങ്ങളുടെ കൂടിക്കാഴ്ചകളൊക്കെ തന്നെ ഇന്ന് ചേരാൻ പോവുകയാണ്. ഏതായാലും ഈ വോട്ട് വിഷയം, ഈ വോട്ട് ചോരി, വോട്ട് കളവ്, ഇതൊക്കെ തന്നെ വലിയ രാഷ്ട്രീയ വിഷയമായി ബീഹാർ തെരഞ്ഞെടുപ്പൊക്കെ തന്നെ വരുന്ന സാഹചര്യത്തിൽ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഭിന്നതകളൊക്കെ തന്നെ മാറ്റിവെച്ചുകൊണ്ട് ഇതൊരു വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരികയാണ് പ്രതിപക്ഷ പാർട്ടികൾ. നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം തികയ്ക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിലായിരുന്നു BJP. പക്ഷേ ലോക്സഭാ they are telling 30 people can come. Yes, we are ready to go with 30 people, but at least they have to allow us till the election commission office. We need to show the protest. That also they are not allowing. Actually now they already arrested us. Let it by how we like it. Whatever arrest they have done, देखिए जो उन्होंने कहा वो सच है, वही स्टेटमेंट मेरा भी है. देखिए, अगर कोई सरकार ऑफिस तक पहुंचने नहीं देती तो वो सरकार को क्या डर है मुझे मालूम नहीं है, क्योंकि ये तो पीसफुल डेमोन्स्ट्रेशन है और ये VVIP लोगों का डेमोन्स्ट्रेशन है. इसमें कोई गड़बड़ करने वाले नहीं, इसमें कोई किसी का धक्का मुक्की करने वाले नहीं. तो पीसफुली यहाँ रास्ते पे बैठे, लेकिन वो कम से कम एक हॉल में सब 200-300 मेंबर्स को एक जगह बिठा के वो कह सकते थे, जैसा कि राहुल गांधी जी एक्सप्लेन करे कि बहुत से चीज़ें ये है, कि वैसा ही वो बिठा के पूछ सकते थे. और हमको जो बोलना है सारे मेंबर बोलते थे. अब 30 मेंबर को आओ, अब 30 मेंबर किसको भेजना, क्योंकि इसमें अलायंस पार्टीज है सब, और हम चूज करना अच्छा नहीं रहता. तो हम चाहते थे कि एक हॉल में बिठाकर वो खुद आकर एक्सप्लेन कर सकते थे. हम भी कुछ बोलना है वो बोल देते थे. सर, क्या आपको लगता है इलेक्शन कमीशन देश की जनता का भरोसा कुछ क्या आपको लगता है कि इलेक्शन कमीशन जो है वो देश की जनता का भरोसा खो गया है, कुछ असर हुआ है इलेक्शन कमीशन पे? नमस्कार. ओके, छोड़ दो विजुअल मार लो. विजुअल बना लो. ഖാർഗെയുടെ പ്രതികരണം സമാധാനപരമായ എംപിമാരുടെ പ്രതിഷേധത്തെ എന്തിനാണ് ഭയക്കുന്നതെന്നാണ് അദ്ദേഹം ചോദിച്ചത്. എന്തിനാണ് ഈ പ്രതിഷേധ റാലി തടഞ്ഞു എന്നുള്ളതാണ് ഖാർഗെയുടെ ചോദ്യം. KC വേണുഗോപാലും ശക്തമായ പ്രതികരണം നടത്തിയിരിക്കുന്നു.